പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ്. അതായത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു 10,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ പോലും കയ്യിൽ മാസാവസാനം അല്ലെങ്കിൽ ലാസ്റ്റിക്ക് ഒരു രൂപ കയ്യിലില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ പല ആളുകളും ഇന്ന് നേരിടുന്നുണ്ട്. നമ്മളെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 5,000 രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 10,000 ആയി. പക്ഷെ എന്താ കാര്യം? കയ്യിൽ കാശില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥ വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞു വരുന്നത്. ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് സാലറി കിട്ടുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതായിരിക്കാം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകും. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പല സാധനങ്ങളുണ്ടാവും. പലതും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ വേറെ കാര്യം വരും. നമ്മളിപ്പോൾ 5,000 ഉള്ള സാലറി 10,000 മാറിക്കണം. അപ്പോൾ സ്വാഭാവികം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് അത്ര ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ പോലും നമ്മൾ അത് മേടിച്ച് ഇടും. അങ്ങനെ ഓരോ സാധനങ്ങളും മേടിക്കൽ കൂടും. അത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് കടയിൽ പോകണം വിചാരിക്കുക. നമ്മൾ സാധാരണ മേടിക്കുന്ന ഒരു 800 രൂപയുടെ ഷർട്ടാണ് വിചാരിക്കുക. നമ്മളൊരു 1000 രൂപയുടെ നല്ല ഷർട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ചാലോ? നമ്മൾ ക്യാഷ് ഉണ്ടല്ലോ, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? ആ 1000ത്തിന് ഷർട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ ഫുഡിനാണെങ്കിൽ പോലും നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കേണ്ട ഫുഡ് എന്ത് ചെയ്യും? നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിത ചെലവിൽ തന്നെ നമ്മൾ പതിയെ ഒരു മാറ്റം വരുത്തി തുടങ്ങും. അത് സാലറി കൂടുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പോൾ സാലറി 10,000 ഉണ്ട് എന്നൊരു തോന്നലിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം അതായത് കുറച്ച് പണം മാറ്റി വെച്ച ശേഷമേ ചിലവഴിക്കാവൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ പണം കിട്ടും, കുറച്ച് മാറ്റി വെക്കണം, അല്ലെങ്കിൽ സേവിങ്സിൽ വെക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും. പക്ഷേ മാസാവസാനം ആകുമ്പോൾ അത് ഉണ്ടാവില്ല. അത് കാരണം എന്താ വെച്ചാൽ നമ്മളിൽ ക്യാഷ് ഉണ്ടാവില്ല. നമ്മൾ ഓരോ ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ ചിലവഴിച്ച് തീർക്കും. ഈ ഒരു പ്രശ്നമാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കിട്ടുന്ന പണം, അതിപ്പോൾ ഒരു 7,000 രൂപ സാലറിയിലാണെങ്കിൽ, ഒരു 10,000 രൂപ സാലറിയിലാണെങ്കിൽ എന്തായാലും ഒരു 2,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് മാസം, നിങ്ങൾ തീർച്ചയായും ഒരു 10,000 രൂപ സാലറിയിലാണ് വിചാരിക്കുക, 2,000 രൂപ ഞാൻ എന്തായാലും മാറ്റി വെക്കുന്ന തോന്നൽ വരും. ആദ്യം അത് മാറ്റി വെച്ച ശേഷം ബാക്കി ചിലവഴിക്കുക എന്നതാണ്. ചിലവഴിച്ചിട്ട് കൊണ്ട് ബാക്കി മാറ്റി വെക്കാൻ എന്തായാലും തികയില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2,000 രൂപ മാറ്റി വെക്കുക. ഇതെങ്ങനെ മാറ്റി വെക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചിട്ടിയിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സേവിങ്സ് അക്കൗണ്ടിൽ ഇടാം. സേവിങ്സ് അക്കൗണ്ടിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളത് പെട്ടെന്ന് വലിക്കാൻ പറ്റുന്ന രീതിയിൽ ATM കാർഡൊക്കെ സെറ്റാക്കി വെച്ചിരിക്കരുത്. അപ്പോൾ നിങ്ങൾ സേവിങ്സ് ഇട്ട് വെച്ചാൽ പോലും അത് വീണ്ടും എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. സേവിങ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എടുക്കാത്തൊരവസ്ഥയിൽ നിങ്ങളവിടെ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കാം. ഗോൾഡ് മേടിച്ചുകൊണ്ടും ഗോൾഡായിട്ട് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാവും മാറ്റി വെക്കണം എന്ന് പറയുന്നത്. ഇതിന് ആ മാസം അവസാനം എന്തെങ്കിലും വേണ്ടേ? കയ്യിലുണ്ടെങ്കിലല്ലേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഇതിനെങ്ങനെ ആ സമയത്ത് കുറച്ച് ക്യാഷ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുമ്പ് തന്നെ മാറ്റി വെക്കാനും മാസാവസാനം വലിയ പ്രശ്നങ്ങളില്ലാതെ അവസാനിപ്പിക്കാനുള്ള കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെ ചിലവുകളും വരവുകളും കൃത്യമായി എഴുതി വെക്കുക എന്നുള്ളത്. നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൃത്യമായി നിങ്ങളെ വരവും ചിലവ് എഴുതി വെച്ച് നോക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഏതിനൊക്കെ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത്. എൻ്റെ ഹോട്ടൽ ബില്ലുകൾ, അതുപോലെ ട്രാവൽ ബില്ല്, അതുപോലെ മറ്റു വീട്ടിലെ ചിലവുകൾ, ഇതിനെക്കുറിച്ച് മാസം എത്ര രൂപ ചിലവഴിക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര ധാരണയുണ്ട്? നിങ്ങൾ എത്ര രൂപ വീട്ടിലെ കാര്യങ്ങൾ ചിലവഴിക്കുന്നു? എത്ര മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നു? വണ്ടി, മറ്റു കാര്യങ്ങൾ, ഇതിനൊക്കെ എത്ര രൂപ ചിലവഴിക്കുന്നതിനെ കുറിച്ചുള്ള കണക്ക് നിങ്ങൾക്കുണ്ടോ? ഒരു മാസം നിങ്ങൾ എത്ര രൂപ ചിലവഴിക്കുന്നത്? അപ്പോൾ ഇതിന് കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൃത്യമായി എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര രൂപ ചിലവഴിക്കുന്നതിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും ചിലവ് ചുരുക്കിക്കൊണ്ട് സേവിങ്സിലോട്ട് മാറ്റി വെക്കാം എന്ന് കൃത്യമായൊരു ധാരണ നിങ്ങൾക്കുണ്ടാവും. EMI വഴി പല സാധനങ്ങൾ എടുക്കാം. EMI വഴി, അതുപോലെ ലോണുകൾ, അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ സാലറി ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിക്കും. അതെങ്ങനെ എത്തിക്കാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മാസം കിട്ടുന്ന സാലറി കൊണ്ട് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ്, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും നമുക്ക് ഹോസ്പിറ്റൽ കേസോ, അല്ലെങ്കിൽ രോഗങ്ങളോ, അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ വരുമ്പോൾ എന്ത് ചെയ്യും? EMI അടക്കാൻ പറ്റാതാവും, ലോൺ അടക്കാൻ പറ്റാതാവും. അപ്പോൾ മൊത്തത്തിൽ കൊടുക്കും. അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ വരാതിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെപ്പോഴും എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അത് റെഡി ക്യാഷിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക.
റെഡി ക്യാഷിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും തന്നെ പിന്നീട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിങ്ങൾ പ്രധാന ഒരു EMI വഴി അടക്കുമ്പോൾ മാസം എങ്ങനെ അടക്കും? നമ്മളെന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കടം മേടിക്കും. പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ സാലറി 10,000 കിട്ടുമ്പോൾ നിങ്ങൾ 11,000 രൂപ ചിലവഴിക്കും. പിന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ വലിയൊരു കടത്തിലേക്ക് എത്തും. അതിനൊന്നും നിൽക്കണ്ട. നമ്മളെ കയ്യിൽ ക്യാഷ് ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുക. ഏറ്റവും നല്ലത് അതാണ്. പിന്നെ നിങ്ങൾ പ്രധാനമായും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സേവിങ്സിലോട്ട് കുറച്ച് ക്യാഷ് മാറ്റി വെക്കുക. അത് ചിലവാക്കി മാറ്റി വെച്ച ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ ബാക്കി ക്യാഷ് ചിലവഴിക്കാവൂ. 10,000 രൂപ കിട്ടുമ്പോൾ 2,000 രൂപ ആദ്യം മാറ്റിക്കുക. പിന്നെ 8,000 രൂപ നിങ്ങൾ ആവശ്യമെങ്കിൽ ചിലവഴിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ചിലവ് കൃത്യമായി എഴുതി വെക്കുക എന്നുള്ളത്. എത്ര രൂപ എന്തിനൊക്കെ ചിലവഴിച്ചു എന്നുള്ളത് കൃത്യമായി എഴുതി വെക്കുക. മൂന്നാമതായിട്ട് അനാവശ്യമായുള്ള EMI ലോണുകളിലൊക്കെ പെട്ട് കുടുങ്ങാതിരിക്കുക. അത് പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പണത്തെ എണ്ണുകയും പിടിക്കുകയും ചെയ്യുക. അതായത് നിങ്ങൾ പണം രാവിലെ പേഴ്സിൽ വെക്കുക. എന്നിട്ട് അത് എണ്ണി നോക്കുക. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും കുറച്ച് ക്യാഷ് നമ്മൾ പേഴ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ കൃത്യമായി നോക്കുകയും പിന്നെ ദിവസങ്ങൾ പറയാം എൻ്റെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടാവും, ഞാൻ നന്നായിട്ട് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളെ മൈൻഡ് സെറ്റ് നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതുവഴി നിങ്ങൾക്ക് പണം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണത്തെ ഒരു നിധി പോലെ കണ്ട് അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോനെ കുറിച്ച് നിങ്ങളെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.